ബിസിനസ്സുകാരെ ലോകം ആദരിക്കുന്നത് എങ്ങനെയാണെന്നറിയാം നിങ്ങൾക്ക്? ലോകത്തിൽ ഏറ്റവും വലിയ സമ്പന്നന്റെ മകനായി വലിയ സമ്പന്നനായ ബിസിനസ്സുകാരെ ലോകം ആദരിക്കാറില്ല. കാരണം അയാൾക്ക് ബാക്കപ്പ് ഉണ്ട്. ഒന്നുമില്ലായ്മയിൽ നിന്ന്, സീറോയിൽ നിന്ന് വളർന്നു വന്ന് മൂർധന്യതയിലേക്ക് കയറിയവരെ ലോകം മുഴുവനും ആദരിക്കാറുണ്ട്. കാരണം അത് അയാളുടെ കഷ്ടപ്പാടാണ്. നിങ്ങളുടെ വീട്ടിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് ബെൻലി കാർ ഉണ്ടാകാം, ചിലർക്കെങ്കിലും, അല്ലെങ്കിൽ ചിലപ്പോൾ റേഞ്ച് റോവർ ഉണ്ടാകാം. അത് പിതാവിന്റെ സമ്പത്ത് കൊണ്ട് വാങ്ങിച്ചിട്ട് നിങ്ങൾ ഓടിച്ചു കൊണ്ടുപോകുന്നതിൽ ഒരു അത്ഭുതവും ഇല്ല. പകരം നിങ്ങളായി തുടങ്ങി വെച്ച്, നിങ്ങളായി ഉയർത്തി, നിങ്ങളായി, നേരത്തെ റൊണാൾഡോയുടെ കഥ പറഞ്ഞ പോലെ, നിങ്ങളായിട്ട് പട്ടിണി കിടന്ന് നിങ്ങളായിട്ട് വളർത്തി വലുതാക്കി നിങ്ങളായിട്ട് അത് ചെയ്യുമ്പോൾ അതിനൊരു വാല്യൂ ഉണ്ട്, അതിനൊരു വിലയുണ്ട്. അതാണ് സ്കില്ല്. അല്ലാതെ പിതാവിന്റെ കാർ ഓടിക്കുന്നതല്ല സ്കില്ല്. പിതാവിന് കാറ് മേടിച്ചു കൊടുക്കുന്നതാണ് സ്കില്ല്. പഠിത്തത്തിന്റെ മേഖലയിലേക്ക് കടക്കുന്ന സമയത്ത് ആ പഠിത്തത്തെ ഓരോന്നോരോന്നായിട്ട് കീറി മുറിച്ച് പഠിച്ച് അതിനെ തൻ്റെ ഈ കാണുന്ന മനസ്സിലേക്കും തൻ്റെ ജീവിതത്തിലേക്കും അതിനിങ്ങനെ എംബഡ് ചെയ്യുന്നതിന്റെ പേരാണ് സ്കില്ല്. ആ ഒരു സ്കിൽ ഓറിയന്റേഷനിലൂടെ ഈ ലോകത്തിൽ എല്ലാവരും അങ്ങനെയാണ്. 10ാം ക്ലാസ് വരെ മാത്രമേ സച്ചിൻ ടെണ്ടുൽക്കർ പഠിച്ചിട്ടുള്ളൂ. അദ്ദേഹത്തെ പറ്റി പറയാനുള്ള ആകെ ഡ്രോബാക്ക് അതാണ്. പക്ഷെ അതിന്റെ മറുവശം നമ്മൾ പഠിക്കണം. 10ാം ക്ലാസ്സിൽ സച്ചിൻ ടെണ്ടുൽക്കർ പഠിക്കുമ്പോഴേ അതേ 10ാം ക്ലാസ്സുകാരൻ ഇന്ത്യക്ക് വേണ്ടി ബാറ്റ് വീശുകയായിരുന്നു. ആ സ്കില്ല് നമ്മൾ പഠിക്കണം. ഒരു ഭാഗത്ത് മിസ്സായത് തന്റെ നോളജാണ്, പക്ഷെ മറുഭാഗത്ത് അദ്ദേഹത്തിന് കിട്ടിയത് സ്കില്ലിലൂടെ സച്ചിൻ ടെണ്ടുൽക്കർ എന്ന എന്നത്തെയും ലോകത്തിലെ ബാറ്റ്സ്മാനെയാണ്. സ്റ്റീവ് ജോബ്സിന്റെ പ്രസംഗം നിങ്ങളൊന്ന് കേട്ടു നോക്ക്. ഞാനിപ്പോ പഠിത്തത്തെ കുറക്കല്ല കേട്ടോ. ദ ലാസ്റ്റ് സ്പീച്ച് ഓഫ് സ്റ്റീവ് ജോബ്സ്. നിങ്ങളുടെ കയ്യിൽ ഇപ്പൊ എല്ലാ പെൺകുട്ടികളും ആഗ്രഹിക്കുന്ന ഒരു ഫോണുണ്ട്. ആപ്പിൾ തന്നെയാണത്. കാരണം ആപ്പിൾ വേണം. കാരണം നിങ്ങൾക്ക് ഫോട്ടോ എടുക്കാൻ ഇതിനൊക്കെ. അല്ലെങ്കിൽ പിന്നെ S24, പിന്നെ അൾട്ര, ഇതൊക്കെയാണ് ഇപ്പൊ നിങ്ങൾക്ക് വേണ്ടത്. പിതാക്കന്മാർ ഫോൺ വാങ്ങിക്കാൻ പോയാൽ 2 ലക്ഷം രൂപ എന്നെ കൊടുക്കണം മക്കൾക്ക് വേണ്ടി. ആയിക്കോട്ടെ. അപ്പൊ ഇപ്പൊ 16 ഇറങ്ങിയിട്ടുണ്ട്, 16 Pro ഇങ്ങനൊക്കെ വരികയാണ്. ഇനി 17 അതൊക്കെ ഇങ്ങനെ ഇറങ്ങും. ആ ഫോണിന്റെ അത് കണ്ടെത്തിയ, അതിൽ ഇതൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള മനുഷ്യൻ സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ നടത്തുന്ന പ്രസംഗമുണ്ട്. ലോകത്തിലെ ഏറ്റവും ടോപ്പ് 10 യൂണിവേഴ്സിറ്റിയിൽപ്പെട്ടത് സ്റ്റാൻഫോർഡ്. ആ സ്റ്റാൻഫോർഡിൽ അതിപ്രതിഭകളായിട്ടുള്ള കുട്ടികളോട് നടത്തുന്ന സ്പീച്ചുണ്ട്. ആ സ്പീച്ചിൽ അദ്ദേഹം ആപ്പിൾ ഫോൺ ഉയർത്തിക്കൊണ്ട് പറയുന്ന ഒരു വാക്കുണ്ട്. ഇതിലൂടെ ഐഡിയാസ് വന്ന് എന്റെ തല പൊട്ടിത്തെറിക്കുമോ എന്ന് എനിക്ക് തോന്നുന്നു. എന്റെ തലയിൽ ഐഡിയാസ് വന്ന് എന്റെ തല തന്നെ പൊട്ടിത്തെറിച്ചു പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. പക്ഷെ എന്നിട്ടും ഞാൻ പറയുന്നു, ഞാൻ +2 പൂർത്തിയാക്കാത്ത ആളാണ്. അതും കൂടി പറയുമ്പോഴാണ് അതിന്റെ ഒരു രസം. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ഇത് 8 മിനിറ്റ് നിങ്ങൾ കട്ട് ചെയ്ത് കണ്ട് ഇയാളിപ്പോ വിദ്യാഭ്യാസത്തിന് എതിരാന്ന് പറഞ്ഞാൽ യൂട്യൂബിലൂടെ ഇടരുത് കേട്ടോ. ഞാൻ പറഞ്ഞത് വേറൊരു കോണ്ടെക്സ്റ്റ് ആണ്. ഈ കോണ്ടെക്സ്റ്റുകൾ മനസ്സിലാക്കണം. അറിവിനേക്കാൾ